ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുപയറും അതുപോലെ തന്നെ ചീരയും കൊണ്ടുള്ള ഒരു ഹെൽത്തി തോരനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കല്ലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലൊന്നും വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതല്ല പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ കുക്കറിൽ ഒരു 4-5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടും നന്നായിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവോളയും അതുപോലെ തന്നെ 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാനിലേക്ക് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർക്കുകയാണ്. ചീര ഇപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം ചീര നമ്മൾ വെക്കുന്ന സമയത്ത് ഒരുപാടുണ്ടാവും, നല്ല പൊലിമ ഉണ്ടാവും. പക്ഷേ ഒന്ന് വാടി വരുമ്പോഴത്തേനും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിടുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചീര നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുപയർ ഇതുപോലെ എന്താ പറയുക, ഒരുപാട് വെന്ത് പോകരുത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ചിരവിയത് ചെറുതായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നിങ്ങൾ തോരനായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ഇടുന്നുള്ളൂ. അപ്പോൾ തേങ്ങയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചീരയുടെ ആ ഒരു പൊലിമയൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് അധികമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ ഒരു കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഇലക്കറികളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.